ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗാണ്. ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സ്റ്റഡി വ്ളോഗിൽ നിങ്ങൾ ആദ്യം തന്നെ കാണുന്നത് ഞാൻ മാത്സ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേരോട് ചോദിച്ചു എപ്പോഴും മാത്സ് ആണോ ചെയ്യാറുള്ളത്, എപ്പോഴും മാത്സ് ആണോ പഠിക്കാറുള്ളതെന്ന്. ഞാൻ എന്താ മാത്സ് കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് പഠിക്കുമ്പോഴാണ് ഞാൻ ഈ ടേബിളിൽ വന്നിരിക്കാറുള്ളത്. കാരണം ബാക്കിയുള്ളത് പഠിക്കുമ്പോൾ ഞാൻ ഒന്നിൽ ബെഡിലിരുന്ന് പഠിക്കും, അല്ലെങ്കിൽ ചെയറിൽ കാലൊക്കെ കയറ്റി വെച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ടേബിളിൽ ഞാൻ വന്നിരുന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി ടേബിളിൽ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഓരോരുത്തർ ഇരുന്ന് പഠിക്കാറില്ല. സ്ഥലം മാറി താഴെ പോയിരിക്കും, സിറ്റൗട്ട് പോയിരിക്കും, പുറത്ത് പോയിരിക്കും, ടെറസിന്റെ മേലെ ഇരിക്കും, എല്ലാവരും ഇരുന്നിട്ടാണ് പഠിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരൊക്കെ എന്നിട്ട് ഈ കുട്ടി എന്താ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ ഞാൻ ടേബിളിൽ ഇരിക്കണ സമയത്താണല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും കറക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയും ചെയ്യും, അത് വേറെ ഒരു വശം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കണത് തന്നെ. പിന്നെ വീഡിയോയില് എന്തെങ്കിലും ഒന്ന് വേണ്ടേ. നമ്മളിപ്പോ പഠിക്കുമ്പോൾ തോന്നിയ പോലെ കാണിച്ചിട്ട് കാര്യമില്ല, എന്തായാലും പഠിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മാത്സ് ഞാൻ കാണിച്ചിട്ട്, മാത്സിന് ജെറിൻ സാറിന്റെ ക്ലാസ് ആണ് കാണാറുള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് കൂടി ചോദിച്ചു എൻ്റെ അടുത്ത് മാത്സിനുള്ള ഒരു ക്ലാസ് പറഞ്ഞു തരുമെന്ന്. ഞാൻ ജെറിൻ സാറിന്റെ ക്ലാസ് തന്നെ ട്രിക്ടേന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. അതിനാണ് ഞാൻ മാത്സ് പഠിച്ചത്. നമ്മൾ ഈ 10 വരെയൊക്കെ മാത്സ് പഠിച്ചത് സത്യം പറഞ്ഞാൽ ഒന്നുമല്ല. എനിക്ക് ഓർമ്മയില്ല അപ്പൊ പഠിച്ചോന്ന്. പിന്നെ പി എസ് സിക്ക് ഇറങ്ങിയതിന് ശേഷമാണ് മാത്സ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ലേ എന്ന് ഞാൻ ആലോചിച്ചത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ മാത്സ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി മാത്സ് മാത്രമേ പഠിക്കുള്ളൂ എന്ന്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ടേബിളിൽ ഞാൻ വന്നിരിക്കുമ്പോൾ മാത്സ് ഞാൻ പഠിക്കും, ഇല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്. അങ്ങനെയാണ് എൻ്റെ ഒരു റൊട്ടീൻ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ബെഡിലിരുന്ന് പഠിക്കും, ഇല്ലെങ്കിൽ ചാരികസേര ഉണ്ടല്ലോ അതിലിരുന്നിട്ടൊക്കെ പഠിക്കും. അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ. അപ്പോ എന്താ, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്താ കാര്യം ഞാൻ തന്നെ മറന്നുപോയി. ആ, നമ്മള് നാളെ തൊട്ടിട്ട് ടൈം ടേബിൾ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഞാൻ കുറെ പേരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് തന്നെ. കാരണം അത്രയും സപ്പോർട്ട് എനിക്ക് ആ ഒരു പോസ്റ്റിലും ആ വീഡിയോയ്ക്ക് കമന്റ് ഒക്കെ ഫുള്ള് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും പേര് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെച്ചാലും നമ്മളിപ്പോ ഒരു ചാനൽ കണ്ടു കഴിഞ്ഞാൽ അത് കൊള്ളാന്ന് നമ്മൾ ഞാൻ അറിയാണ്ടൊക്കെ ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. അപ്പോ അങ്ങനെ അല്ലാത്ത കുറേ പേര് എന്താ പറയാ എനിക്ക് മെസ്സേജ് അയച്ചപ്പോ നിങ്ങളുടെ മെസ്സേജിൽ എനിക്ക് മനസ്സിലായി നിങ്ങൾ അത്രത്തോളം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് നിങ്ങളുടെ മെസ്സേജിലൂടെ കമന്റ്സിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കഷ്ടപ്പെടാൻ റെഡിയാണ്. കഷ്ടപ്പാടല്ല, ഞാൻ പഠിക്കുന്നതിന് കൂടെ നിങ്ങളും എൻ്റെ കൂടെ പഠിക്കുന്നെന്നുള്ളൂ. എനിക്ക് ഇന്നാണോ എന്നറിയില്ല, ഇന്നലെയാണോ എന്നറിയില്ല, ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. വേണം, അതായത് സി എയും പിന്നെ ടൈം ടേബിളിന്റെയും അത് വേണം, ഇങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായത്, ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഒരു കമന്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ കമന്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. കൂടെ ആരും പഠിക്കാനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ലാപ്പ് തുറക്കും, സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഫോൺ നോക്കും. ഫോൺ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ടെലിഗ്രാമോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ എനിക്ക് ഫോണിൽ വീഡിയോ ഓൺ ആക്കി വെക്കാം. പക്ഷെ എനിക്ക് ഒരു ഫോൺ നോക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. ഞാൻ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റ ഇല്ല, അങ്ങനെയാണ് ഇപ്പൊ ഞാൻ. എന്ന് ജോലി കിട്ടണോ അന്ന് അതൊക്കെ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ടെലിഗ്രാം ചാനലിൽ ഞാൻ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും എനിക്ക് അതിൽ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ എപ്പോഴും ഓൺ ആയിരിക്കും. എപ്പോഴും ഓൺ ആയിരിക്കില്ല. ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് എൻ്റെ ടെലിഗ്രാം ചാനലിൽ എൻ്റെ കുറച്ച് മെമ്പേഴ്സ് ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ എത്ര രൂപയെ ചോദിക്കുന്നവർക്ക് 15 റുപ്പീസ് ആണ് മെമ്പർഷിപ്പ്. കാരണം എനിക്കിതിൽ ഈ യൂട്യൂബിൽ PDF കാര്യങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് വരും. അപ്പൊ ചാനൽ മൊത്തത്തിൽ അടിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ അടുത്തുള്ള PDF കാര്യങ്ങളൊക്കെ ഞാൻ അതിലിടുന്നു. അപ്പൊ അതുകൊണ്ട് 15 റുപ്പീസ് മെമ്പർഷിപ്പ്, ചാനലിന് മെമ്പർഷിപ്പ് എടുത്തിട്ട്, ചാനൽ പബ്ലിക് അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് മെമ്പേഴ്സ് ആണ്, അല്ലാതെ പബ്ലിക് ആയിട്ട് എല്ലാവരും കയറിയിട്ട് അങ്ങനെ വേണ്ട എന്നുള്ള രീതിക്ക് ഞാൻ പബ്ലിക് ആക്കാണ്ട് പ്രൈവറ്റ് ആക്കിയിട്ട് തന്നെ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രം എൻ്റെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കിട്ടും. ഒരു 59 രൂപയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്. ഇപ്പൊ ഒരു 14-15 മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് ഞാൻ ഡെയിലി CA ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ടെലിഗ്രാം ചാനൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ കുറെ ചാനൽ കറണ്ട് അഫയേഴ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മാത്സിന്റെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെ ഒക്കെ ഞാൻ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കാൻ വേണ്ടി ടെലിഗ്രാം ചാനലിൽ കയറും. അപ്പൊ അതിനൊക്കെ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ.
അപ്പോൾ ഈ കമന്റ്സ് ഒക്കെ ഫുള്ള് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. കണ്ട നിങ്ങൾക്കൊന്നും എന്നെ വിലയില്ല, വിലയില്ല കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവര് ഓ മേനി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ തൊട്ട് ഞാൻ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഇന്ന് സൺഡേ ആണ്, എല്ലാവർക്കും ലീവാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, വീട്ടിലെല്ലാവരും ഉണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം. രാവിലെ എണീച്ചപ്പോ തന്നെ ഞാൻ ഹാപ്പി ആയിട്ടായിരുന്നു എണീച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. നമ്മളിപ്പോ എന്താ പറഞ്ഞു വന്ന് ടൈം ടേബിളിന്റെ കാര്യം. ടൈം ടേബിള് എന്തോ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല. കുറച്ച് പേര് പേഴ്സണൽ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി മറ്റേ ലാബ് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ടിട്ട് തുടങ്ങുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത് കൊണ്ട് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളതാണല്ലോ. അപ്പോ ഇപ്പൊ ജൂണില് പകുതിയോടുകൂടി ആ എക്സാം കഴിയും. അപ്പോ അത് കഴിഞ്ഞിട്ട് തുടങ്ങണോ അതോ നാളെ തന്നെ തുടങ്ങണോ? കുറച്ച് പേര് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് നാളെ തന്നെ തുടങ്ങാനും ഒരു ബുദ്ധിമുട്ട്. എനിക്കിങ്ങനെ എല്ലാവരും ഓക്കെയാണ്. പക്ഷെ കുറച്ച് പേര് ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്കും കൂടി വേണമല്ലോ എന്നുള്ളൊരു തോട്ട് എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം നമ്മളാണല്ലോ പഠിക്കുന്നത്, നമ്മുടെ സമയമാണ്, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോ അഭിപ്രായം പലർക്കും പലതായിരിക്കും. അപ്പൊ അത് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പൊ നിങ്ങള് കുറേ പേർക്ക് ലാബ് അസിസ്റ്റന്റ് എക്സാം ഉണ്ടാവും, മെയിൻസ് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങണമെങ്കിൽ ആവശ്യമുള്ളവരാണെങ്കിൽ കുറേ പേരുണ്ടെങ്കിൽ ഞാൻ മാത്രമേ അന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എനിക്കും തോന്നി എനിക്കും അതാണ് ഒന്നുകൂടി നല്ലത് എന്ന്. കാരണം എനിക്ക് ഡിഗ്രീന്റെ എക്സാം ഇപ്പോൾ ഹോൾ ടിക്കറ്റ് ഒന്നും വന്നിട്ടില്ല, വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 5 പേപ്പർ ഉണ്ട് ഈ മാസം. ഈ മാസം ഇപ്പൊ 1-ാം തീയതി ഈ മാസം. അപ്പൊ ഒരു 3 ദിവസം ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യും. ഒരു 3 ദിവസം, ഇപ്പൊ 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ അന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതെന്താ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോ നമ്മുടെ ടൈം ടേബിള് എന്നാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. നമ്മുടെ VFAക്കും കമ്പനി ബോർഡ് LGSും വെബ് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ തുടങ്ങുന്നത്. അതാരും മറക്കരുത്. നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല എന്ന് വേണമെങ്കിലും തുടങ്ങാം. ഓരോ ദിവസം ഒരു 2 ടോപ്പിക്ക് എക്സ്ട്രാ, നോൺ GK പോർഷൻസ് ഒഴികെ 2 ടോപ്പിക്ക്. ആ 2 ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടേ പുതിയൊരു ടോപ്പിക്ക് നമ്മൾ തുടങ്ങുള്ളൂ. കാരണം വൃത്തിക്ക് പഠിക്കാണ്ട് ജസ്റ്റ് വായിച്ചു വിട്ടിട്ട് ഇപ്പൊ അങ്ങനെ ഇങ്ങനെ വായിച്ചു വിട്ടിട്ട് നമ്മൾ പഠിച്ചിട്ട് വേറെ ടോപ്പിക് എടുത്തിട്ട് കാര്യമില്ല. കാരണം ഞാനും കൂടി പഠിക്കുന്നുണ്ട്, എനിക്ക് അറിയാം എത്രത്തോളം അത് എത്ര ദിവസം എടുക്കും. അതായത് ആഴ്ചയിൽ ഒരു 5 ദിവസം ആണെങ്കിൽ ഇന്നിപ്പോ 2 ടോപ്പിക് എടുത്തു, ആ 2 ടോപ്പിക്കിന്റെ ബാക്കി നമ്മൾ മറ്റന്നാ പഠിക്കും. അങ്ങനെ ഓക്കെ, ഇന്ന് തിങ്കളാഴ്ച ഒരു ടോപ്പിക്ക്, ബുധനാഴ്ച അതേ ടോപ്പിക്ക്, വെള്ളിയാഴ്ച അതേ ടോപ്പിക്ക്, അങ്ങനെയായിരിക്കും. ശനി ഞായറും നമ്മൾ സ്വതവേ ASMന് നമുക്ക് ശനി ഞായറും റിവിഷൻ ഡേ ആയിരുന്നു. അതുപോലെ തന്നെ ശനി ഞായറും റിവിഷൻ ഡേ ആയിരിക്കും. ആ റിവിഷൻ ഡേയിൽ നിങ്ങൾക്ക് തീരാത്തതുണ്ടെങ്കിൽ പഠിക്കാം, റെസ്റ്റ് എടുക്കണവർക്ക് റെസ്റ്റ് എടുക്കാം. റിവിഷൻ ഡെയിലി ഉണ്ടാവും എൻ്റെ ടൈം ടേബിളിൽ. ഇത്ര മണിക്കൂർ ഓരോ ടോപ്പിക്കിനും ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഇതിന് ഇത്ര മണിക്കൂർ ഇങ്ങനെ തരും. ഇത്ര മണിക്കൂർ പറഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂറൊന്നും ഇല്ല. ഓരോ മണിക്കൂറിൽ 45 മിനിറ്റ് ഇത്രയെങ്കിലും വേണം ഒരു ടോപ്പിക്കിന്. പിന്നെ ബോറടിക്കുന്നവർക്ക് സമയം കുറയ്ക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് പുറമെയാണ് ഈ 2 ടോപ്പിക്ക്. ഈ 2 ടോപ്പിക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെച്ചാലും പഠിക്കാം. അത്ര സമയം ഉണ്ട് എന്നുള്ളൂ. ബോറടിക്കാത്ത വിധത്തിൽ സമയം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാം. ഇതാണ് ഞാൻ പറയാൻ വന്നത്. ഇതാണ് അന്ന് വയ്ക്കണം ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ പിറ്റേ ദിവസം തൊട്ട് തുടങ്ങണോ അതോ നാളെ തൊട്ട് തുടങ്ങണോ? എന്ത് വേണമെച്ചാലും നിങ്ങളുടെ ഇഷ്ടമാണ്. കൂടുതൽ കമന്റ് ലാബ് അസിസ്റ്റന്റിന് ശേഷം മതിയെന്ന് വരികയാണെങ്കിൽ ഞാൻ അന്നേ തുടങ്ങുള്ളൂ. ആരും എന്നെ ചീത്ത പറയരുത്, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയില്ലല്ലോ ചോദിക്കരുത്. സമയം പെട്ടെന്ന് തന്നെ പോവും. എനിക്കും ഒന്നുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് താല്പര്യം നാളെ തന്നെയാണെങ്കിൽ നാളെ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ ഒരു ഡെമോ ആണെങ്കിൽ ഞാൻ നാളെ രാവിലെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും, എങ്ങനെയാണ് ടൈം ടേബിൾ വരുന്നതെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോ ഞാൻ ASMന്റെ സിലബസ് തന്നെ ആയിരിക്കും ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ SCRT ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓരോ ചാപ്റ്റേഴ്സും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 2 ടോപ്പിക്ക് മാത്രം എടുക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CA ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോയി തന്നെ നമുക്ക് ആ ഒരു മാർക്ക്, അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പിന്നെ കറണ്ട് അഫയേഴ്സ്, ഇത് തന്നെ നമുക്കൊരു മാക്സിമം 45, 40, 50 മാർക്കിന് സ്കോർ ചെയ്യാം. എന്തായാലേ 50 മാർക്കൊക്കെ പുഷ്പം പോലെ കിട്ടുന്ന എല്ലാവരും പറയുന്നു. പക്ഷെ ആ പുഷ്പം നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുന്നെങ്കിൽ കുറച്ച് പാടുണ്ട് ഇല്ലേ? നല്ലോണം പാടുണ്ട്. ഞാനിപ്പോ
ഇന്ന് ഇംഗ്ലീഷ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊരു പാടാണ്. കുറച്ച് ദിവസമായി ഇംഗ്ലീഷ് തൊട്ടിട്ട്. കാരണം എനിക്ക് കുറച്ച് ദിവസമായി പഠിക്കണമെന്നേ ഇല്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ അപ്പം ഉറക്കം വരും. ഇപ്പൊ മഴയാണ്, ഇന്നിപ്പോ മഴയില്ല, ഫുൾ വെയിലൊക്കെ ആയിരുന്നു. അപ്പം എന്താ പറയാ, നമ്മൾ ഉണങ്ങാത്ത തുണികളൊക്കെ എടുത്തിട്ട് പുറത്തേക്കൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇരിക്കും. ഇന്ന് മഴയൊന്നുമില്ല, പക്ഷെ 2 ദിവസം മുന്നേ ഭയങ്കര മഴയായിരുന്നു. മഴ പെയ്താൽ എനിക്ക് അപ്പം ഉറക്കം വരും, അങ്ങനെയായിരുന്നു, ഫുൾ മടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇന്നാണ് ഒന്ന് 6 മണിക്ക് പഠിക്കാൻ ഇരുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഫുൾ മോട്ടിവേഷൻ ഒക്കെ എന്നെ തന്നെ ചെയ്തിട്ട്. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കൊണ്ട് ആരടുത്തെങ്കിലും മുന്നിൽ പോയിട്ട് നിങ്ങൾ പറയുക, എന്നെ ഒന്ന് ചീത്ത പറ, അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിടാൻ പറയുക. അപ്പൊ ചിലപ്പോ അവര് എന്തെങ്കിലുമൊക്കെ പറയൂ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീയൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, നിനക്ക് വല്ല കഴിവുണ്ടോന്നൊക്കെ അവരൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ ശരിയാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കാരണം അല്ലെങ്കിൽ ഞാൻ തന്നെ എഴുതി വെക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോട്ടിവേഷൻ കുറവുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. എഴുതി വെക്കും, എന്ന് ജോലി വാങ്ങിക്കാനാ, കുറെ ആയി ഇരുന്ന് പഠിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു, എവിടുന്നോ പഠിക്കണം. അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ തന്നെ സ്വയം ഇരുന്ന് വായിക്കുക. നമ്മുടെ കൈശ്വരാണല്ലോ, നമ്മൾ തന്നെ സ്വയം ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാം, ഇൻട്രസ്റ്റ് വരും. സത്യമാണ്, നിങ്ങളാണ് ചെയ്ത് നോക്ക്. ഇല്ലെങ്കിൽ യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോ, ഇപ്പൊ കുറെ പേര് റാങ്ക് വാങ്ങിയിട്ടുണ്ട്, അവരുടെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ കണ്ടിട്ട് അവരെങ്ങനെയാ പഠിച്ച്, അവരുടെ പോലെ നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമ്മുടെ പോലെയുള്ള നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അത് ശരിയാണ്. അപ്പൊ നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, സത്യമല്ലേ, ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണു, അതിന് ഇപ്പൊ ഫോൺ എടുത്താൽ തന്നെ ഒരു വാട്സപ്പ് എടുത്തു, ഒരു ചാറ്റ് അങ്ങോട്ട് ചെയ്തു, വേറൊരാൾക്ക് ചെയ്തു, അവരത് വായിച്ചു നോക്കി റിപ്ലൈക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത്, ആ റിപ്ലൈ കിട്ടി, പിന്നെ നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തു, അങ്ങനെ എത്ര സമയം പോകണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഇൻസ്റ്റ എടുത്താൽ തന്നെ, അല്ലെങ്കിൽ യൂട്യൂബിൽ റീൽ എടുത്താൽ തന്നെ, ഓരോ റീൽ ഓരോ മിനിറ്റ് അല്ലേ. ഇപ്പൊ റീൽ സമയവും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സമയം പോകും. പക്ഷെ കുറച്ച് കഴിഞ്ഞായിരിക്കും അത്ര സമയം പോയി, ഇനി പിന്നെ പഠിക്കാം. അങ്ങനെ നീട്ടി വെച്ച് നമ്മൾ പഠിക്കൂല. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എന്തേലും ഇടയിൽ കൂടെ ആരെങ്കിലും വിളിച്ച് ഞാൻ അപ്പം ഇറങ്ങിപ്പോകും. അതാണ് സിറ്റുവേഷൻ. പക്ഷെ സീരിയസ്നെസ് വന്നേ പറ്റുള്ളൂ. എനിക്കത് 2 ദിവസം മുന്നെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത്രത്തോളം ഇപ്പൊ ഇത്രയായി പഠിച്ചുകൊണ്ടിരിക്കണം, 1 വർഷത്തിന് മേലെയായി. ഇപ്പൊ ഞാൻ പേസ് നോക്കണം, ഒന്നും ആയില്ല എന്നുള്ളൊരു വിഷമം. പ്രിലിംസ് പാസ്സാകും, പക്ഷെ മെയിൻസ് കിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. കാരണം ടൈം ടേബിൾ ഇട്ട് അനുസരിച്ച് വരികയാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷമായിരിക്കും വേറൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയുള്ളൂ, അത് ഷുവറാണ്. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത് പറയരുത്. ഈ ഒരുമിച്ചാന്ന് പഠിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഉണ്ടാകുക പറയുന്ന സമയത്ത്. കാരണം ഇപ്പൊ ഒരു ഫ്രണ്ട്സുമായിട്ട് എന്നെ കോണ്ടാക്ട് ഇല്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ ലാപ്പ് തുറന്ന് സെർച്ച് ചെയ്യുക, പഠിക്കുക, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കമന്റ് ഇടുന്ന സമയത്ത് എനിക്ക് എന്റെ ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയക്കണ പോലെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്കത് എങ്ങനെ നിങ്ങളത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ടൈം ടേബിൾ നാളെ തൊട്ട് വേണോ, അതോ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം കഴിഞ്ഞിട്ട് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ കമന്റിന് വെയിറ്റ് ചെയ്യുകയായിരിക്കും, കാരണം സമയമില്ല. നാളെയാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേര് ഇനി എന്നെ വന്ന് തെറി വിളിക്കരുത്, നിങ്ങൾ നാളെ തുടങ്ങുന്നല്ലേ പറഞ്ഞത്, അത് ഇത് പറയരുത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും ഓർമ്മയില്ല. അതൊക്കെ പോട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.